എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വിവിധ ഇൻഡെക്സുകളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ്. അതായത് യുണൈറ്റഡ് നേഷൻസ്, വേൾഡ് എക്കണോമിക് ഫോറം, അതേപോലെയുള്ള വേൾഡ് ബാങ്ക്, അതേപോലെയുള്ള വിവിധ ഓർഗനൈസേഷൻസ്, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും എൻ ജി ഒസും ഒക്കെ നടത്തുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലോകത്ത് വരുന്ന ഇൻഡെക്സുകളിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒന്നാമത്തെ എന്ന് പറയുന്നത് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. അതായത് നമ്മുടെ രാജ്യത്തിൽ പ്രസ്സിന്, മീഡിയയ്ക്ക് എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട്, അവിടെ വർക്ക് ചെയ്യാനായിട്ട് എന്തുമാത്രം സ്വാതന്ത്ര്യമുണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു ഇൻഡെക്സാണ് ഇത്. ഓസ്ട്രേലിയയിലെ ഒരു തിങ്ക് ടാങ്ക് ആയിട്ടുള്ള റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡർ എന്ന് പറയുന്ന ഒരു എൻ ജി ഒ ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 142ആണ്. അതായത് 180 കൺട്രികളിൽ ഇന്ത്യയുടെ റാങ്ക് 142ആണ്. കഴിഞ്ഞ വർഷം 140ആയിരുന്നു ഇന്ത്യ. ഈ വർഷം 2 സ്ഥാനങ്ങളോടെ നഷ്ടപ്പെടുത്തി ഇപ്പോൾ 142ലാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഏത് രാജ്യമാണ് ടോപ്പിൽ വന്നിരിക്കുന്നത് നമ്മൾ നോക്കിയാൽ യൂറോപ്യൻ കൺട്രി ആയിട്ടുള്ള നോർവേ ആണ് ഇതിൽ ടോപ്പായി വന്നിരിക്കുന്നത്. അതായത് ഒരു സ്കാൻഡിനേവിയൻ കൺട്രി ആയിട്ടുള്ള നോർവേ ആണ് ഇതിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത്. 180 സ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് നോർത്ത് കൊറിയയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു രാജ്യം കൂടിയുണ്ട്. ഇന്ത്യയുടെ ഒരു അയൽ രാജ്യം കൂടിയായിട്ടുള്ള ചൈനയുടെ സ്ഥാനം 177ആണ്. ഈ ഇൻഡെക്സിൽ ടോപ്പ് 20ൽ ഒരു ഏഷ്യൻ രാജ്യം പോലും ഇല്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമുക്കിനി സമയം കളയാതെ അടുത്ത ഇൻഡെക്സിലേക്ക് കിടക്കാം. സേഫ് സിറ്റി ഇൻഡെക്സ്. ലോകത്തുള്ള ഏകദേശം 60ൽ പരം രാജ്യങ്ങൾ പരിശോധിച്ചിട്ട് അതിലെ പ്രധാന സിറ്റികളുടെ കാര്യങ്ങൾ പരിശോധിച്ച് അതിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സിറ്റി ഏതാണ് എന്നുള്ള ഒരു ഇൻഡെക്സാണിത്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് ആണ്. ഇതിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജപ്പാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ടോക്കിയോ ആണ്. ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള 2 സിറ്റികൾ കൂടിയുണ്ട്. അതിൽ 1ഉം 2ഉം സ്ഥാനത്തൊന്നുമല്ല നമ്മുടെ സിറ്റി വന്നിരിക്കുന്നത്. നമ്മുടെ മുംബൈ എന്ന് പറയുന്ന സിറ്റി 45ആം സ്ഥാനത്തും അതേപോലെ തന്നെ ന്യൂഡൽഹി 52ആം സ്ഥാനത്തും എത്തിയിട്ടുണ്ട്. അടുത്ത ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യ വളരെയധികം പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയുടെ പൊസിഷൻ വളരെ നല്ല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡെക്സാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ്. വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണിത്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വിവിധ ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും കൺട്രികളും ഒക്കെ ഏത് രാജ്യത്താണ് അവർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ഡിസൈഡ് ചെയ്യുന്നതിനകത്ത് ഒരു പ്രധാന ഫാക്റ്റ് ആവുന്ന ഒരു ഇൻഡെക്സാണിത്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 63ആണ്. കഴിഞ്ഞ വർഷം 77ആയിരുന്നു ഇന്ത്യ, 63ൽ എത്തിയിട്ടുണ്ട്. അതായത് 190 രാജ്യങ്ങളാണ് ഇവർ ഇതിനു വേണ്ടി പരിശോധിക്കുന്നത്. അതിൽ ഇന്ത്യ 63ആം സ്ഥാനത്താണ്. 2018 ഇന്ത്യയുടെ റാങ്ക് 100ആയിരുന്നു. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന അരുൺ ജെയ്റ്റ്ലി ഈ ഒരു ഇൻഡെക്സിൻ്റെ ബേസിൽ ചെയ്ത് തന്നെ ഒരു വാർത്താ സമ്മേളനം വരെ നടത്തിയിരുന്നു. ഈ ഇൻഡെക്സിൽ ഇന്ത്യ ടോപ്പിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കാനായിട്ട്. നാലാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏഷ്യ പവർ ഇൻഡെക്സ് ആണ്. ഏഷ്യ പവർ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പവറുള്ള കൺട്രി ഏതാണ് എന്നുള്ളതാണ്. പവർ എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സിൻ്റെ പവർ മാത്രമല്ല, ഇവിടെ ഓരോ റീജിയനിലും അവരുടെ ഇൻഫ്ലുവൻസ് എന്തുമാത്രമുണ്ട്, അതുപോലെ തന്നെ ആ രാജ്യങ്ങളുടെ റിസോഴ്സുകൾ എന്തുമാത്രമുണ്ട് എന്നുള്ള കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഇൻഡെക്സ് വരുന്നത്. അതിൽ ഏഷ്യ റീജിയനിൽ ഏറ്റവും പവറുള്ള കൺട്രിയായി വന്നിരിക്കുന്നത് USA ആണ്. US-നാണ് ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ പവർ. 2ാം സ്ഥാനത്ത് ചൈന, 3ാമത് ജപ്പാൻ, അതിനുശേഷം 4ാം സ്ഥാനത്ത് ഇന്ത്യ വരുന്നുണ്ട്. അതായത് നമ്മൾ റഷ്യയുടെ മുകളിലായി 4ാം സ്ഥാനത്തേക്ക് ഇന്ത്യക്ക് കടന്നു വരാൻ സാധിച്ചിട്ടുണ്ട് ഈ ഏഷ്യ പവർ ഇൻഡെക്സിൽ. ലോയി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. 5ാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ്. അതായത് യുണൈറ്റഡ് നേഷൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പബ്ലിഷ് ചെയ്യുന്ന UNDP പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 129ആണ് 189 കൺട്രികളിൽ. കഴിഞ്ഞ വർഷം 130ആയിരുന്നു ഇന്ത്യ. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഇപ്പോൾ 129ൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്നത് നോർവേ ആണ്. ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ കൂട്ടത്തിൽ പരിശോധിച്ചാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ടോപ്പ് ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളമാണ്. അതേ ഇൻഡെക്സിൽ ലോകരാജ്യങ്ങളുടെ കാര്യത്തിൽ കമ്പയർ ചെയ്താൽ ഇന്ത്യ 129ആം സ്ഥാനത്താണ്. ഇവിടെ ഒരു പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത്, അതേപോലെ എഡ്യൂക്കേഷണൽ ലെവൽ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവർ പരിശോധിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ട്രാവൽ ആൻഡ് ടൂറിസം കോമ്പറ്റേറ്റീവ് റിപ്പോർട്ടാണ്. അതായത് നമ്മുടെ രാജ്യത്തിനുള്ള പ്രധാന വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. സ്പെയിൻ ടോപ്പ് ചെയ്ത ഈ റാങ്കിങ്ങിൽ ഇന്ത്യ 34ാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 40ആയിരുന്നിടത്തും 6 പൊസിഷൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് തന്നെയാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് അവർ നമ്മുടെ പോളിസികളും എൻവയോൺമെൻറ്റും അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. അടുത്തത് ഗ്ലോബൽ ടാലൻറ്റ് കോമ്പറ്റേറ്റീവ്നെസ് ഇൻഡെക്സ് ആണ്. ഇൻസെറ്റ് പബ്ലിഷ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണിത്. ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം 72ആണ്. സ്വിറ്റ്സർലൻഡാണ് ഇവിടെ ടോപ്പ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 80ആം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ 72ൽ എത്തിയിരിക്കുന്നു. 132 രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യ 72ആം സ്ഥാനത്ത് നിൽക്കുന്നത്. അടുത്തൊരു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഡെക്സ് ആണ് ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ്. അതായത് കുട്ടികളെ ബേസ് ചെയ്തിട്ടാണ് ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഒരു രാജ്യത്തിലെ കുട്ടികൾ എന്തുമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പട്ടിണി അനുഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ അവർ കുട്ടികളുടെ വിദ്യാഭ്യാസം, മോർട്ടാലിറ്റി, അതേപോലെ തന്നെ അവരുടെ ന്യൂട്രീഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 117 രാജ്യങ്ങളിൽ 102ആണ്. അപ്പോൾ ഇന്ത്യ വളരെ പിന്നിൽ നിൽക്കുന്ന ഒരു ഇൻഡെക്സാണിത്. 2014 55ആം സ്ഥാനത്തായിരുന്ന ഇന്ത്യയാണ്
ഇപ്പോൾ 102-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഡെമോക്രസി ഇൻഡെക്സ് ആണ്. എക്കണോമിസ്റ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതിൽ 1-ാം സ്ഥാനത്ത് നോർവേ വരുമ്പോൾ ഇന്ത്യയുടെ റാങ്ക് 51-ാം സ്ഥാനത്താണ്. 167 രാജ്യങ്ങളുള്ള ഈ ഇൻഡെക്സിൽ 51-ാം സ്ഥാനമാണ് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഓരോ രാജ്യങ്ങളിലെ ജനാധിപത്യത്തിനെ ബേസ് ചെയ്തിട്ട് അവിടുത്തെ സിറ്റിസൺസ് എന്തുമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട്, അവിടുത്തെ ജനാധിപത്യം എത്ര നല്ലതാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഈ ഒരു ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടാണ് നമ്മൾ ഇനി അടുത്തതായി നോക്കുന്നത്. ജെൻഡർ ഗ്യാപ്പ് എത്രമാത്രം ഒരു രാജ്യത്ത് നിലനിൽക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഇൻഡെക്സിൽ റാങ്കിങ് വരുന്നത്. അതിനകത്ത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 112 ആണ്. 183 രാജ്യങ്ങളിൽ. കഴിഞ്ഞ വർഷം 108 ഇന്ത്യ. ഈ വർഷം 4 സ്ഥാനങ്ങളുടെ പിന്നോട്ട് പോയിട്ടാണ് 112 എത്തിയിരിക്കുന്നത്. അതായത് ആ സ്ത്രീ പുരുഷ വ്യത്യാസം എന്തുമാത്രം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ള കാര്യം വീണ്ടും വ്യക്തമാക്കി തരുന്ന ഒരു ഇൻഡെക്സ് കൂടിയാണിത്. ഇതിൽ ടോപ്പ് വന്നിരിക്കുന്നത് ഐസ്ലൻഡാണ്. സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ, ഹെൽത്ത്, അതേപോലെ തന്നെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള അവരുടെ പെർഫോമൻസ്, എക്കണോമിക്കലായിട്ടുള്ള അവരുടെ പാർട്ടിസിപ്പേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻഡെക്സിന് അവർ ആസ്പദമായിട്ട് എടുക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ആണ്. അതായത് ഓരോ രാജ്യങ്ങളും പുതിയ പുതിയ ഇന്നൊവേഷൻ എന്തുമാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ രാജ്യങ്ങളിൽ നിന്ന് പുതിയ പുതിയ ഇന്നൊവേഷൻസ് എന്തുമാത്രം പുറത്തേക്ക് വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഇൻസൈഡ് തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് 52 ആണ്. കഴിഞ്ഞ വർഷം 57 ഇന്ത്യ. 52-ലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 129 രാജ്യങ്ങളാണ് ടോട്ടൽ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഈ ഇൻഡെക്സിൽ ടോപ്പ് ചെയ്തിരിക്കുന്നത് സ്വിറ്റ്സർലാൻഡാണ്. സോ ഇതാണ് പ്രധാനപ്പെട്ട ലോകത്തിലെ ഇൻഡെക്സുകളിൽ ഇന്ത്യയുടെ പെർഫോമൻസ്. ഏകദേശം 11 ഇൻഡെക്സുകൾ നമ്മളിത് പരിശോധിച്ചു. നമ്മളിത് പരിശോധിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്തുള്ള വിവിധ ഇൻഡെക്സുകളിൽ ഇന്ത്യ എങ്ങനെ പെർഫോം ചെയ്യുന്നു, നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ പിന്നോക്കം നിൽക്കുന്നത്, നമ്മുടെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. സോ എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല രാജ്യമായിട്ട് പുരോഗമിച്ച് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഇൻഡെക്സുകൾ ലോകത്തിലുള്ള മറ്റുള്ള ജനതകൾ അല്ലെങ്കിൽ മറ്റുള്ള ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇൻഡെക്സുകളെ പറ്റി ഇന്ന് ചർച്ച ചെയ്തത്. സോ ഇതിനെ ഓരോന്നിനെയും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമുക്കിതിനെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ രാജ്യത്തെ മറ്റൊരു നല്ലൊരു ബെറ്റർ പ്ലേസ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.